എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി അക്രൈസ്തവയായ ഒരു ചെക്കനായിട്ടൊരു ഇച്ചിരി പ്രണയത്തിലൊക്കെ, അച്ഛാ എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റൂലേ? ഞാൻ പറഞ്ഞില്ല. അതൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ പോകുമോ അച്ഛാ? ഒരു ചെക്കനും പെണ്ണുമായി ദൈവാലയത്തിന്റെ ബലിപീഠത്തിന്റെ ഉമ്മറത്ത് വെച്ച് മരണം വരെ ഒരുമിച്ച് ജീവിക്കാമെന്ന് അവർ ചെയ്ത വാഗ്ദാനത്തിന്റെ അന്ന് നമ്മൾ ദൈവാലയത്തിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ കുമ്പിട്ട് മറുഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ കുറച്ചു നേരം നിൽക്കണം. കാരണം എന്താ? ഞാനൊന്ന് റീചാർജ് ആവും. അപ്പുറത്തും ഇപ്പുറത്ത് നിന്നും രണ്ട് ചവിട്ടിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈശോ മറിയ ഔസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിക്കണം. എനിക്കിത് അറിഞ്ഞുകൂടാട്ടാ, നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് അറിഞ്ഞുകൂടാന്നുള്ള. ഇപ്പോഴാണ് ചവിട്ടോർമ്മ കിട്ടാൻ ഒരു സാധ്യതയില്ല. വല്ല ഈശോയിൽ കിടന്ന് തീർന്നു പോയെന്നല്ലാതെ. മരുമോളോടൊന്ന് പറഞ്ഞേടി ഒരു ചവിട്ടോർമ്മ വന്നേക്കുന്നു. പ്രിയമുള്ളവരെ, മരിച്ചുപോയ ഫ്രാൻസിസ് പാപ്പ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ചിലര് വരക്കാത്തതുകൊണ്ട് അമ്മ വരച്ച് കിടത്തണം. എന്നിട്ട് അമ്മ വരക്കാൻ മറന്നു കൊച്ചിനെ വരച്ചു കൊടുക്കും. ഒരു 10 ദിവസം പോലും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെല്ലുവിളിച്ചിട്ടാണ് പറഞ്ഞത്. അതേ വെല്ലുവിളി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വെച്ച് നടത്തുകയാണ്. ഞാനിത് പറഞ്ഞു തരുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നടത്താൻ പരിശ്രമിക്കും. നിങ്ങൾ തോറ്റു. പിറ്റേ ദിവസം ഞാൻ എഴുന്നേക്കുന്നത് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ പോലെ ഭയങ്കര ഫ്രഷ് ആയിരിക്കും. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ എന്നോട് എനിക്ക് പരിചയമുള്ള ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അവള് അക്രൈസ്തവയായ ഒരു ചെക്കനായിട്ടൊരു ഇച്ചിരി പ്രണയത്തിലൊക്കെ. അപ്പൊ ഞാനെങ്ങനെ പറഞ്ഞു, എടി അത് അങ്ങനെ പോയാൽ ശരിയാവത്തില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവസാനം അവള് ഇല്ല അച്ഛൻ, ഞാൻ അവളുടെ കൂടെ തന്നെ പോകും. അങ്ങനെ വേറൊരു അച്ഛനുമായിട്ട് സംസാരിച്ചിട്ട് അവൾ എൻ്റെ അടുത്ത് കൂടി വന്നിട്ട്, അച്ഛാ എന്താണ് അച്ഛൻ, ഞാൻ മറ്റേ അക്രൈസ്തവനായ പയ്യനായിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുർബാന സ്വീകരിക്കാൻ പറ്റൂലേ? ഞാൻ പറഞ്ഞില്ല. അതൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ പോകുമോ അച്ഛാ? പിന്നെ ഞാനത് അവളോട് പറഞ്ഞില്ല. അതെൻ്റെ ഒരു കുഴപ്പമാണ്. പക്ഷേ ഈ പെങ്കൊച്ചു വന്നിങ്ങനെ പറയുമ്പോൾ എൻ്റെ ഉള്ളിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ സ്പന്ദിച്ചു എന്നാണ്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ പൊരുൾ യഥാർത്ഥമായിട്ട് ഞാനൊന്ന് ഉൾക്കൊണ്ട്. ഒരു കത്തോലിക്ക കുടുംബത്തിന്റെ അഹങ്കാരം എന്ന് പറയുന്നത്, കത്തോലിക്ക കുടുംബം പിറന്നു വീഴുന്നത് പരിശുദ്ധ അമ്മയുടെ മടിയിലാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന്റെ പിറവി സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ പറയും ബലിപീഠത്തിന്റെ മുൻഭാഗമാണെന്ന് പറയും. പക്ഷെ കുറച്ചുകൂടെ വിശദീകരിച്ചിട്ട് പറയും അത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ കന്യകാമറിയത്തിന്റെ മടിയിലാണ് വെച്ചാൽ എൻ്റെ കുടുംബം പിറന്നു വീണത്. അല്ലേ? ഒരു അമ്മയുടെ മടിയിലേക്ക് ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ അമ്മമാരായിട്ടുള്ള നിങ്ങൾ ചെയ്യുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വാരിയെടുത്ത് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കും. അത് ഉറപ്പാണ്. അതമ്മ നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചുംബനം നമ്മുടെ കുടുംബത്തിന് ആദ്യം സ്വീകരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തത്, നമ്മൾ അമ്മമാര് കൊടുക്കുന്നത് സ്നേഹത്തിന്റെ ആലിംഗനവും ചുംബനവും കഴിഞ്ഞാൽ അമ്മമാര് കൊടുക്കുന്നത് അമ്മിഞ്ഞപ്പാല് കൊടുക്കും, മുലപ്പാല് കൊടുക്കും. അതൊരു സ്നേഹത്തിന്റെ വല്ലാത്തൊരു സ്പർശനം കൂടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മടിയിലേക്ക് കത്തോലിക്ക കുടുംബം ഇങ്ങനെ പിറന്നു വീണപ്പോൾ ആ അമ്മ നമ്മളുടെ കുടുംബത്തെ ഇങ്ങനെ വാരിയെടുത്ത് ആലിംഗനം ചെയ്ത് ചുംബനം നൽകിയെങ്കിലും അമ്മ നൽകിയ പരിശുദ്ധ കന്യകാമറിയം കത്തോലിക്ക കുടുംബം എന്ന കുഞ്ഞിന് നൽകിയ അമ്മിഞ്ഞപ്പാല് ഏതാണെന്ന് ചോദിച്ചാൽ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യമായി കഴിച്ചത് എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഞാനിത് വേറൊരു സ്ഥലത്ത് പോയി ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഇത്തിരി പഴയ കാലഘട്ടത്തിൽ കല്യാണം കഴിച്ചാണ്, അതുകൊണ്ട് ഇഷ്ടമൊപ്പമായിരുന്നു എന്ന്. ഞാൻ പറഞ്ഞു അതൊക്കെ ഇഷ്ടമൊപ്പം. വേറൊരു ചേച്ചി പറഞ്ഞില്ല അച്ഛൻ ഞങ്ങൾ കേക്കും വൈനാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് സാധാരണ ചോറാർന്ന് വെച്ചാൽ. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ ദൈവാലയത്തിന് പുറത്തെത്തിയിട്ടല്ലേ? അത് പുറത്തെത്തിയിട്ടാണ്. അല്ല, ദൈവാലയത്തിന് അകത്തെന്തെങ്കിലും കിട്ടിയാന്ന് ചോദിച്ചു. കുറച്ച് പേര് ആലോചിച്ചിട്ട് അവർക്കൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവരെ, മറന്നു പോകുന്ന ഒരു കാര്യമാണ്, ഞാൻ എന്ന വ്യക്തി, എൻ്റെ ജീവിത പങ്കാളി എന്ന വ്യക്തിയെ മരണം വരെ പിരിയാതെ ചേർത്ത് നിർത്തുമെന്ന വിവാഹ വാഗ്ദാനം ചെയ്തതിന് ശേഷം അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ആ അമ്മ അന്ന് നമുക്ക് നൽകിയ അമ്മിഞ്ഞ പാലായിരുന്നു കർത്താവിൻ്റെ തിരുരക്തവും തിരുശരീരം. അല്ലെ? വിവാഹത്തിൻ്റെ അന്ന് രണ്ടും തരിഞ്ഞാണ് അല്ലേ? അല്ലാത്ത സമയത്ത് ഞങ്ങൾക്ക് ഇത്തിരി തിരക്കായതുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ ശരീരം മാത്രം തരും. അത് ഞങ്ങൾ പറയൂ എന്താണ്? ശരീരത്തിന് രക്തം ഉണ്ടെന്നേ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവാഹത്തിന്റെ അന്ന് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് വർഷിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ നാം അടിവരയിട്ട് ബോധ്യത്തോടുകൂടെ വിശ്വസിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കുടുംബം പിറന്നു വീണത് എൻ്റെ പരിശുദ്ധ അമ്മയുടെ മടിയിലാണ്.
പരിശുദ്ധ അമ്മയുടെ മടിയിൽ ഞാൻ പിറന്നു വീണപ്പോൾ അമ്മ ആ കുടുംബത്തെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചു. എന്നിട്ട് ഒരു ചുംബനം നൽകി. അതിനുശേഷം അമ്മ നൽകിയ ആദ്യത്തെ അമ്മിഞ്ഞയായിരുന്നു അമ്മയുടെ പൊന്നോമന പുത്രൻ്റെ ശരീരരക്തം. അതുകൊണ്ടാണ് നമ്മളുടെ കുടുംബമൊക്കെ ഇങ്ങനെ ഇത്രയും സുദൃഢമായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ കുടുംബത്തിൻ്റെ പിറവി സ്ഥലം എന്ന് പറയുന്നത് ഇതാ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്ക് ബലിയർപ്പണത്തിൻ്റെ സമയത്തല്ലാതെ ഏതെങ്കിലും സമയത്ത് പള്ളിയിൽ വരുമ്പോൾ, അല്ലേ, നമ്മൾ ജനിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ല, അല്ലേ? നമ്മൾ പറയാം, ആശുപത്രിയിലാണെങ്കിൽ അല്ലെങ്കിൽ പോട്ടെ ഒരു മുറി കിടന്നാണ്, ആശുപത്രിയിലെ മുറി കിടന്നാണ്, അല്ലെങ്കിൽ ആശുപത്രിയിലെ ലേബർ റൂമിലാണെങ്കിൽ നമ്മളിങ്ങനെ കുറേ നാളൊക്കെ കഴിഞ്ഞ് ഒരു 18 വയസ്സ് 20 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മൾ കൊണ്ടുപോയിട്ട് പറയണം, എടി നിന്നെ ഇവിടെയാണ് ഞാൻ പ്രസവിച്ചത്. അമ്മ പറയുമ്പോൾ നമുക്ക് അതിനോടൊരു വല്ലാത്തൊരു ഒരു നൊസ്റ്റാൾജി എന്നല്ലേ. അപ്പോൾ അവിടെ കുറച്ച് നേരം നിയമം നമുക്കൊരു പ്രത്യേക ഒരു എനർജി കിട്ടും. പ്രിയമുള്ളവരെ, അങ്ങനെ ഭൗതികമായ എൻ്റെ ജനനത്തിന് അത്ര പ്രാധാന്യമുണ്ട് എങ്കിൽ എൻ്റെ ജനനം ശരിക്കും യഥാർത്ഥത്തിൽ നടന്നത് എൻ്റെ അപ്പനും അമ്മയും ഒരുമിച്ച്, അവരപ്പനമ്മയാകുന്നതിന് മുമ്പ് ഒരു ചെക്കനും പെണ്ണുമായി ദൈവാലയത്തിന്റെ ബലിപീഠത്തിന്റെ ഉമ്മറത്ത് വെച്ച് മരണം വരെ ഒരുമിച്ച് ജീവിക്കാമെന്ന് അവർ ചെയ്ത വാഗ്ദാനത്തിന്റെ അന്ന് ശരിക്കും ഞാൻ പിറന്നു. കാരണം അവിടെയാണ് ശരിക്കും നടക്കുന്നത്. അപ്പോൾ എൻ്റെ കത്തോലിക്ക കുടുംബം, എൻ്റെ കുടുംബം പിറന്നു വീണ സ്ഥലത്തേക്ക് ഞാനൊന്ന് വന്ന് നിൽക്കണമെന്നാണ് പറയുന്നത്. അവിടെ നിങ്ങൾ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് ദൈവാലയത്തിൽ വരുമ്പോൾ, സാധാരണ ഞാനൊക്കെ ആദ്യമൊക്കെ പ്രാർത്ഥിച്ചിരുന്നത് ആ പ്രധാന കവാടം കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്നിട്ട് തിരിച്ചു പോകും. പക്ഷേ ഇപ്പം അത് മാറ്റി. ഇപ്പം ഞാൻ ഏത് പള്ളിയിൽ പോയാലും ഇതിവിടെ ഒന്ന് നിൽക്കും, ഇവിടെ ഒന്ന് ആൾക്കാരിൽ നോക്കി കുറച്ച് നേരം പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളും പ്രാർത്ഥിക്കണം. കുർബാൻ്റെ അടക്കല്ല കേട്ടോ, കുർബാൻ്റെ അടക്കുവാൻ ക്ഷീണിച്ച് ഒന്ന് നിങ്ങൾ മാറിയെന്നേ മോളെ. കുർബാന നടക്കുമ്പോൾ വന്ന് നിന്ന് പ്രാർത്ഥിക്കണമെന്നല്ല, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോൾ നിങ്ങളിവിടെ ഇങ്ങനെ കുമ്പിട്ടിട്ട് ഇപ്പുറത്തേക്ക് രൂപം മൊത്താൻ പോകും. നമ്മൾ ദൈവാലയത്തിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, അങ്ങനെ കുമ്പിട്ട് മറുഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ കുറച്ച് നേരം നിൽക്കണം. കാരണം എന്താ, ഇതുപോലുള്ള ഒരു ബലിപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചാണ് എൻ്റെ കുടുംബം ആദ്യം ജനിച്ചത്. അതുകൊണ്ട് അവിടെ കുറച്ച് നേരം നിൽക്കുമ്പോൾ ഞാനൊന്ന് റീചാർജ് ആവും. വല്ലാത്തൊരു അനുഗ്രഹത്തിൻ്റെ ഒരു സമയം. എന്നിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ കയറി വന്നതുപോലെ അല്ല പോകുന്നത്. വല്ലാത്തൊരു വ്യത്യാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പറയും. അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് വേണം, അത് നിർബന്ധമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കത്തോലിക്ക കുടുംബം പിറന്നു വീഴുന്നത് പരിശുദ്ധ അമ്മയുടെ മടിയിലാണ്. ആ മടിയിൽ പിറന്നു വീണ കുടുംബത്തിന് അമ്മ നൽകുന്ന സമ്മാനങ്ങളാണ് സ്നേഹത്തോടു കൂടിയ ആലിംഗനവും പരിശുദ്ധ ദിവ്യകാരുണ്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യമാണ് ഈ ബലിപീഠവും ദിവ്യകാരുണ്യവും. നമുക്കറിയാം, അല്ലേ? അതുകൊണ്ടാണല്ലോ ബർത്ത്ഡേക്ക് നമ്മുടെ അമ്മ നമ്മളെ നിർബന്ധിച്ച് പള്ളിയിൽ വിടൂലേ. ഒന്ന് പള്ളിയിൽ പോടാ എന്ന് പറയും, അല്ലേ? പള്ളിയിൽ നിർബന്ധമായിട്ട് വരും. നമ്മുടെ അപ്പനോ അമ്മയോ മരിച്ച ദിവസം നമ്മൾ കുർബാന ചൊല്ലും. ആ കുർബാനയിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അതുകൊണ്ട് തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ബലി അല്ലെങ്കിൽ ഈ ദിവ്യകാരുണ്യം എൻ്റെ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് നമ്മൾ ബോധ്യത്തോടു കൂടെ കൊണ്ടു നടക്കാനായിട്ട് പറ്റണമെന്നാണ്. ചവിട്ടോർമ്മയായിട്ടാണ് നിങ്ങൾ ചിലപ്പോൾ പറയൂലേ, ചവിട്ടോർമ്മ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മ പറഞ്ഞ് വഴക്ക് പറയാറില്ല നിങ്ങൾ. അതിൻ്റെ ഒറിജിനാലിറ്റി അറിയാമോ? ചവിട്ടോർമ്മ എന്ന് വെച്ചാൽ ഇപ്പം തീരും ആര്, ഈ കിടക്കുന്ന ആൾ. അതുകൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തു നിന്നും രണ്ട് ചവിട്ടിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈശോ മറിയ ഔസേപ്പേ ഈ ആത്മാവിന് കൂട്ടായിക്കണം. എനിക്കിത് അറിഞ്ഞുകൂടാ കേട്ടോ, നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ഇപ്പോഴാണ് ചവിട്ടോർമ്മ കിട്ടാൻ ഒരു സാധ്യതയില്ല. വല്ല ഐശ്വര്യ കിടന്ന് തീർന്നു പോയിരുന്നല്ലാതെ വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. എൻ്റെ പ്രാർത്ഥന അതാണ്. വല്ല ഐശ്വര്യ കിടന്ന് കൊമ്പുമ്പോഴൊക്കെ കുത്തിയിറക്കി ബോധം ഉണ്ടാവില്ല, മരിച്ചാൽ മരിച്ച്, അല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് ഇടയ്ക്ക് ബോധത്തോട് കിട്ടുമ്പോൾ മരുമോളോടൊന്ന് പറഞ്ഞു, എടി ഒരു ചവിട്ടോർമ്മ വന്നേക്കുന്നു. മറ്റേ ചവിട്ടോർമ്മയല്ല, നല്ല ചവിട്ടോർമ്മയല്ല, അല്ല മറ്റത് കിട്ടുന്നുണ്ടെന്നറിയാം. ഞാനിപ്പോഴും അറിഞ്ഞു, ഞാനൊരു 4ലോ 3ലോ പഠിക്കുമ്പോഴേ എൻ്റെ അപ്പൂപ്പൻ മരിക്കണം. അപ്പം എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെ മരിക്കാനായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ അനിയത്തിയെ ഓടിച്ചെന്ന് വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ അപ്പുറത്ത് നിന്നോ, ഞാൻ ഇപ്പുറത്ത് നിൽക്കാം. എനിക്കത് അന്നേരത്ത് മനസ്സിലായില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോഴും എനിക്കത് മനസ്സിലായത്. എൻ്റെ അവർ ചെവിട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഒന്ന് ആലോചിച്ച് നോക്കണം, തൻ്റെ ജീവിത പങ്കാളി മരണത്തോട് അടുത്തു എന്ന് തിരിച്ചറിയാനുള്ളൊരു ആത്മബന്ധം
ഭാര്യ ഭർത്താവും തമ്മിൽ മുമ്പുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നത് നമ്മളിങ്ങനെ നോക്കി നിൽക്കാം. അത് ഒന്ന് ആലോചിച്ച് നോക്കേ. എൻ്റെ ജീവിത പങ്കാളിയെ, ഈശോയെ, മറിയമേ, ഔസേപ്പേ, തിരുക്കുടുംബമേ, ഈ എൻ്റെ ജീവിത പങ്കാളിയുടെ ആത്മാവിന് നീ കൂട്ടായിരിക്കണേ, അങ്ങനെ ഒരു കൂട്ടുകൊടുത്ത് പറഞ്ഞു വിടാനായിട്ട് പറ്റുകയാണ്. കാരണം എന്താണ്? മരണത്തോടടുത്തു എന്ന് ബോധ്യം വരികയും അത് തിരിച്ചറിഞ്ഞ് അത് അവരെ പറഞ്ഞു വിടാനായിട്ട് ഒരുങ്ങുകയും ചെയ്യാണ്. കുടുംബങ്ങളിലെ ചില ബന്ധങ്ങളുടെ ആഴമാണ് നമ്മൾ ശരിക്കും ഈ സമയത്ത് തിരിച്ചറിയും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ എപ്പോഴും ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം, നമ്മുടെയൊക്കെ ബോധമുള്ള സമയത്ത് വീട്ടിലുള്ളവരോട് പറയണം, ഇടയ്ക്ക് ചവിട്ടോർമ്മ തരണമെന്ന് പറഞ്ഞു. രോഗീലേപനം സ്വീകരിച്ചവരുണ്ട് ഇതിനകത്ത്. രോഗീലേപനം സ്വീകരിച്ചേക്കണമെങ്കിൽ ചത്തുവാൻ വേണ്ടി സ്വീകരിക്കണമെന്നല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്നും സ്വീകരിക്കണമെന്നല്ലാണ്, ഓർമ്മയോട് സ്വീകരിക്കണമെന്നല്ലാണ്. മുമ്പ് അതിന് പറഞ്ഞെന്ന് വെച്ച വാക്കെന്താണ്? പറഞ്ഞോ? ഒടുക്കത്ത. അതോടെ തീർന്ന്. നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന ഒരു ചേട്ടനായിരിക്കുള്ളൂ. അച്ഛൻ ഈ സ്റ്റോളൊക്കെ ഇട്ട് വന്നു കഴിയുമ്പോൾ ദൈവമേ അതോടെ തട്ടിപ്പോ. അതുകൊണ്ട് ആ പേര് മാറ്റി, ഒടുക്കത്തേന്ന് മാറ്റി. ഇപ്പോ രോഗിയിലേവൻ. എന്തായാലും ചില ചേച്ചിമാര് ചേട്ടന്മാരെ വന്നിട്ട് പറയാം, അച്ഛാ അപ്പൻ ഇത്തിരി സീരിയസ് ആണോ, ഒടുക്കത്ത് കൊടുക്കും എന്ന് വെച്ചാൽ എന്താണ്? അങ്ങനെ ചെല്ലുമ്പോ തന്നെ ആ ചേട്ടൻ തീർന്ന്. രോഗീലേപനമാണ്. രോഗീലേപനം എന്ന് വെച്ചാൽ പല തവണ സ്വീകരിക്കാം, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ ജീവിതയാത്രയിലൊക്കെ വല്ലാത്തൊരു ഒരുക്കം നമ്മളുടെ ജീവിതത്തിൽ അത്യാവശ്യമുണ്ടെന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ വലത് കരങ്ങളിൽ, ഈ വലത് കരത്തിൽ എത്ര വിരലുകളാണുള്ളത്? 5 വിരലാണുള്ളത്. ഈ 5 വിരൽ കാണുമ്പോൾ നമ്മൾ എന്തോർക്കും? ഒന്ന് നേരെ ഇങ്ങനെ പിടിച്ചൊന്ന് നോക്കിയേ നിങ്ങളെല്ലാവരും. ഈ 5 വിരൽ കാണുമ്പോൾ എന്തോർക്കും നിങ്ങൾ? ഒന്നും ഓർക്കാറില്ല. എന്തൊരു മെനകെട്ട കൈയാണ് നിർത്താറ്. ഈ രേഖ, ആയുർരേഖ നിങ്ങളുടെ വളഞ്ഞു പോയേക്കാണ്. ഇങ്ങനെ സൈഡിൽ നോക്കിയിട്ട് നിനക്ക് 4 കൊച്ചുങ്ങളുണ്ടാവും ഓർഡർ ചെയ്യുന്ന പറയും. അങ്ങനെയൊക്കെ പറയുന്നല്ലാതെ വേറെ ഇതുകൊണ്ട് എന്തെങ്കിലും നടത്തുന്നുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഈ 5 വിരലുകളുള്ള ഈ കൈ ഇങ്ങനെ വെക്കുമ്പോൾ 5 എന്ന വാക്ക് കർത്താവിൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? 5 തിരുമുറിവുകൾ ഓർമ്മ വരും. അതുകൊണ്ട് എൻ്റെ കൈ കാണുമ്പോൾ ഞാൻ എന്താണ് ഓർക്കേണ്ടത്? ഈശോയുടെ 5 തിരുമുറിവുകളാണ്. പ്രിയമുള്ളവരെ, ഈ 5 ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ എന്തായി? 10 പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകിയിരിക്കുന്ന 10 മണിക്കൊന്തയാണ്. ഇത് വെച്ച് ജപമാല ചൊല്ലിയിട്ടില്ലേ ജീവിതത്തിൽ എപ്പോഴെങ്കിലും? ആരെങ്കിലും പറഞ്ഞു തന്നിട്ടാണോ? ഇല്ല. കൊന്ത മറന്നു പോകുമ്പോൾ അയ്യോ നമ്മൾ എടുക്കും. അതായത് ദൈവം എനിക്ക് നൽകിയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റഡ് റോസരിയാണ് ഈ 10 മണിക്കൊന്ത. പ്രിയമുള്ളവരെ, മരിച്ചുപോയ ഫ്രാൻസിസ് പാപ്പ മരിച്ചു എന്നാണ്. എന്തെങ്കിലും ആവട്ടെ വെച്ചാൽ മരിച്ചല്ല, നമുക്ക് പുതിയ ആളെ കിട്ടിയിട്ടുണ്ടല്ലോ. ഫ്രാൻസിസ് പാപ്പ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടിരുത്താം. വേറെ ഒന്നുമില്ല. എഴുന്നേക്കാൻ മടിയുള്ളവർ കൈവൊക്കെ. രാവിലെ എഴുന്നേക്കാൻ മടിയുള്ളവർ, ദൈവമേ, എല്ലാവരും പുണ്യാളന്മാരാണ്. ഞാൻ പൊക്കിയാറുണ്ട്, ഷിജോച്ചനും പൊക്കും. കാരണം ഞാൻ കൊടുക്കത്ത മടിയാണ്. സെമിനാരി ചേർന്നപ്പേ താഴ്ത്തിക്കോ, ഞാൻ പൊക്കി, അച്ഛനും പൊക്കി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ പൊക്കി. അപ്പൊ പിന്നെ കുഴപ്പമില്ല, എനിക്ക് പൊക്കാൻ ഞങ്ങൾക്ക് എന്താ. പ്രിയമുള്ളവരെ, ഞാൻ സെമിനാരി ചേർന്നപ്പോൾ ഞാനപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ 93 സെമിനാരി ചേർന്നത്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം റെക്ടറേറ്റിനോട് പറഞ്ഞു, അച്ഛാ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്, 5:30 എഴുന്നേക്കണം. അത്ര നാൾ തോന്നിയപ്പോൾ എഴുന്നേപ്പോൾ അന്ന് 5:30 എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്തെങ്കിലും നീട്ടി കിട്ടാൻ വഴിയുണ്ടാ? ഇല്ലടാ, അത് ഒരാഴ്ച ചെയ്യുമ്പോൾ ശരിയാവും, ശീലം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, 93, 2003, 2013, 2013, 2023, 40 വർഷമായിട്ട് ഇപ്പോഴും രാവിലെ എഴുന്നേക്കാൻ മടി എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേക്കാതിരിക്കണ മടിയാണ്, പക്ഷെ എഴുന്നേക്കണം. പക്ഷെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ രാവിലെ എഴുന്നേക്കാൻ മടിയുള്ളവർക്ക് ഒരു ടെക്നിക്ക് പറഞ്ഞു. അതായത് കിടക്കാൻ നേരത്ത് കിടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സ്വസ്ഥമായിട്ട് ഈ മൊബൈലൊക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് വളരെ ഭക്തിയോടുകൂടെ കുരിശു വരച്ച് കിടക്കാനായിട്ട് പരിശുദ്ധ കുരിശ് വരക്കാറുണ്ട്. വരക്കാറുണ്ടോ? സ്വന്തമായിട്ട് വരക്കാറുണ്ടോ? അപ്പുറത്ത് ചേട്ടൻ വരക്കാറുണ്ടോന്നല്ല ചോദിച്ചത്, നമ്മൾ വരക്കാറുണ്ട്. ചിലര് വരക്കാത്തതുകൊണ്ട് അമ്മ വരച്ച് കിടത്തും. എന്നിട്ട് അമ്മ വരക്കാൻ മറന്നു പോകും, കൊച്ചിനെ വരച്ചു കൊടുക്കും. പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും കിടക്കുമ്പോൾ ഈ ഒരു കാര്യം ഞാൻ നിങ്ങൾ പറയണത് നിങ്ങൾ അത് പാലിക്കണം.
അപ്പോൾ പരിശുദ്ധതാവ് പറഞ്ഞിട്ടുണ്ട്, ഞാനത് നിങ്ങളോട് പറഞ്ഞു തരുന്നത്, ഞാൻ വെല്ലുവിളിക്കുകയാണ്, നിങ്ങൾക്കിത് പറ്റൂല, ഒരു 10 ദിവസം പോലും തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വെല്ലുവിളിച്ചിട്ടാണ് പറഞ്ഞത്. അതേ വെല്ലുവിളി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടി ഞാൻ ഇവിടെ വെച്ച് നടത്തുകയാണ്. ഞാനിത് പറഞ്ഞു തരുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ നടത്താൻ പരിശ്രമിച്ച് നിങ്ങൾ തോറ്റു. വേറൊന്നുമില്ല, കിടക്കുന്നതിന് മുമ്പ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ കട്ടിലിൽ വളരെ ശാന്തമായിട്ടിരുന്നിട്ട് 5 സ്വർഗസ്ഥനായി ചൊല്ലിയിട്ട് ചെറിയൊരു പ്രാർത്ഥന ചേർക്കും. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. എന്താണ്? ഓക്കെ, അപ്പോൾ പ്രാർത്ഥന പഠിച്ചു. പിന്നെ സ്വർഗസ്ഥനായ അറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. ചിലർക്ക് പ്രാർത്ഥനകൾ ഒരു ഈണത്തിൽ കിട്ടണം അല്ലേ, ചിലപ്പോൾ അത് കിട്ടൂല. അതുകൊണ്ട് സ്വർഗസ്ഥനായ അറിയാമെന്ന് വിചാരിക്കുന്നു. ബാക്കി പ്രാർത്ഥനകൾ അറിഞ്ഞുകൂടെങ്കിലും സ്വർഗസ്ഥനായ അറിയാം. മനസ്താപ്രകാരം ചോദിച്ചാൽ ചിലപ്പോൾ കുഴപ്പമുണ്ടാവും. വിശ്വാസ പ്രമാണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചോദിക്കും, മറ്റേ കൊന്തക്കടയിലെ വേണോ കുർബാൻ്റെ ഇടയിലെ വേണോ എന്ന് ചോദിക്കും. കൊന്തക്കടയിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ കുർബാൻ്റെ ഇടയിലാണെങ്കിൽ കുഴപ്പമാണോ വെച്ചാൽ. അപ്പോൾ ഫ്രാൻസിസ് പാപ്പ 5 സ്വർഗസ്ഥനായി ചൊല്ലിയതിന് ശേഷം ഫ്രാൻസിസ് പാപ്പ, കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നുറങ്ങുക. ഈ 5 സ്വർഗസ്ഥനായി ചൊല്ലുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? കർത്താവിൻ്റെ 5 തിരുമുറിവുകളെ ഓർത്തുകൊണ്ടാണ്. എന്നിട്ട് കിടക്കുമ്പോൾ പാപ്പ പറയും, ഞാൻ കുരിശിൻ്റെ മറുപുറത്ത് ഇങ്ങനെ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നും. പിറ്റേ ദിവസം ഞാൻ എഴുന്നേക്കുന്നത് ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനെ പോലെ ഭയങ്കര ഫ്രഷ് ആയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനത് പാലിക്കാൻ നോക്കി. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. പരിശുദ്ധതാവ് പറഞ്ഞു, നീ ഇത് തെറ്റിക്കും. കാരണം നമ്മൾ തെറ്റിച്ചു. കാരണം നമ്മളൊരു സ്വർഗസ്ഥനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അമ്മ എന്തേലും നന്മ പറഞ്ഞവരെ നമ്മൾ ശീലിച്ചേക്കണതാണ്. അങ്ങനെ 5 സ്വർഗസ്ഥനായ ചെല്ലാൻ നിൽക്കണായിരിക്കുള്ളൂ. അപ്പോൾ ഒരു സ്വർഗസ്ഥനായ 4 നന്മ പറഞ്ഞാൽ ദൈവമേ 5 പിന്നെ തിരിച്ചു വന്നിട്ട് എങ്ങനെയാലും തെറ്റിപ്പോ. നിങ്ങൾ നോക്കിക്കോ, ഇന്ന് ചെന്ന് ചെല്ലി നോക്കിക്കോ. അതുകൊണ്ട് തെറ്റാതെ നിങ്ങളിത് ചെല്ലാൻ പഠിക്കണമെന്നാണ്. 5 തിരുമുറിവുകളെ ഓർത്ത് ചെല്ലണമെന്ന് പറയുമ്പോൾ ഞാൻ അതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. ഞാനിങ്ങനെ കർത്താവിൻ്റെ ഈ ഒരു കുരിശു രൂപത്തെ മനസ്സിൽ ഓർത്തിട്ട് ആദ്യത്തെ സ്വർഗസ്ഥനായി ചെല്ലുമ്പോൾ ഇങ്ങനെ പിടിക്കും. അപ്പോൾ ഈ കയ്യിലെ തിരുമുറിവ്. രണ്ടാമത്തത് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കും. മൂന്നാമത്തത് പ്രാർത്ഥിക്കുമ്പോൾ വലത്തെ കാല് ഇടത്തെ കാലിന് മുകളിൽ പതുക്കെ ഒന്ന് ചവിട്ടും. അപ്പോൾ ഇടത്തെ കാലിൻ്റെ തിരുമുറിവുകൾ ഞാൻ ഓർക്കാം. അതിനുശേഷം നേരെ തിരിച്ച് ചവിട്ടും. അപ്പോൾ വലത്തെ കാലിൻ്റെ തിരുമുറിവ് ഓർക്കും. 5ാമത്തത് ചെല്ലുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് 5ാമത്തെ സ്വർഗസ്ഥനായി ചെല്ലും. എന്നിട്ട് കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയണമെന്ന് കിടന്നുറങ്ങും. നാളെ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ നല്ല ഫ്രഷായി. പക്ഷേ ദൈവം സഹായിച്ചത് മറന്നു പോകുന്നുള്ളൂ. മറ്റേത് തെറ്റിയും പോകും. ഒരു സ്വർഗസ്ഥനായി ചൊല്ലി ഒരു 10 നന്മ പറഞ്ഞാൽ കഴിഞ്ഞ് വരുമ്പോൾ അയ്യോ കൊന്തല്ലല്ലേ, ഇത് വേറെ പ്രാർത്ഥനയുള്ളതുകൊണ്ട് വീണ്ടും വന്ന് ഇതൊക്കെ തീരുമ്പോഴേക്കും ആകെ 3 മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ. പക്ഷെ ഇത് തെറ്റാതെ ചെല്ലി വരുമ്പോഴേക്കും ഒരു 10-30 മിനിറ്റ് എടുക്കുമെന്നുള്ള. പ്രിയമുള്ളവർ, ഇന്ന് നിങ്ങൾ ചെല്ലി നോക്കിക്കോ, നാളെ എഴുന്നേക്കാൻ ഭയങ്കര ഓക്കെ. നാളെ പിന്നെ ഞാൻ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല എന്ത് സംഭവിച്ചാൽ. അച്ഛനോടൊന്ന് പറഞ്ഞാൽ മതി. അച്ഛൻ പറഞ്ഞത് ഒടുക്കത്തെ നുണയെന്ന് വെച്ചാൽ ഞാനിത് ചെല്ലുകയും ചെയ്ത് രാവിലെ എഴുന്നേക്കാനും പറ്റില്ല, പള്ളിയിലും വരാൻ പറ്റില്ല. പ്രിയമുള്ളവരെ, പാലിക്കുക. നമ്മുടെ ജീവിതത്തിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഉപകരിക്കാനായിട്ട്